പരിശുദ്ധനായ ലൂക്കോസ് എവങ്കലിസ്തൻ എഴുതിയ അപ്പസ്തോല പ്രവൃത്തികൾ 13-ാം അധ്യായം 22-ാം വാക്യം വായിക്കുന്നു. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്നവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ. സഭയുടെ പ്രാരംഭ ദശയിൽ നസ്രായനായ യേശുവിനെ അനുഗമിച്ചവരെ ക്രിസ്ത്യാനികൾ എന്ന പേര് നൽകി അംഗീകരിച്ച കാലഘട്ടത്തിൽ അന്ത്യോക്യയിലെ സഭയിൽ കൂടിച്ചേർന്ന സമൂഹമാണ് സുവിശേഷ പ്രവർത്തനത്തിനായി ചില ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. 4-5 പേരുടെ പേരുകൾ 13-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നാം കാണുന്നുണ്ട്. അതിൽ തന്നെ ശൗലിനെയും ബർന്നബാസിനെയും പ്രത്യേകം തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ തലമേൽ കൈവപ്പ് നടത്തി അവരെ സുവിശേഷ പ്രവർത്തനത്തിനായി അയക്കുകയാണ്. തൻ്റെ 1-ാം മിഷണറി യാത്രയിൽ സിറിയയിലെ അന്ത്യോക്യയിൽ നിന്ന് യാത്ര തുടങ്ങിയ പൗലോസും ബർന്നബാസും ചില സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് പിസീദ്യൻ അന്ത്യോക്യയിൽ എത്തിച്ചേർന്നു. അവിടെ വച്ച് താൻ നടത്തുന്ന ഒരു പ്രഭാഷണത്തിൻ്റെ ആമുഖ വാക്കുകളാണ് ഞാനിവിടെ വായിച്ചത്. ദൈവജനത്തെ പറ്റി പറയുമ്പോൾ ദൈവജനത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും നിയോഗവും അവലോകനം ചെയ്യുമ്പോൾ സുപ്രധാനമായി ചില മൈൽ സ്റ്റോണുകൾ അപ്പസ്തോല പ്രവർത്തികളിലെ പ്രഭാഷകർ എടുത്തു കാട്ടുന്നത് നാം കാണുന്നുണ്ട്. ഒരിക്കലും അവരുടെ പ്രഭാഷണം ആദാമിലല്ല ആരംഭിക്കുന്നത്. ദൈവജനമായി ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ നിയോഗത്താൽ അബ്രഹാമിനെയാണ് തുടക്കത്തിൽ എടുത്തു കാട്ടുന്നത്. അത് കഴിഞ്ഞ് പ്രമുഖരായ പല ആളുകൾ യാക്കോബും യൗസേപ്പും അതുപോലെ നോഹ പോലെയുള്ള ആളുകൾ ഒക്കെ ഉണ്ടെങ്കിലും അടുത്ത മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ദീർഘദർശിയായ മോശയാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് തൻ്റെ ജനത്തെ വിമോചിപ്പിച്ച മോശയെപ്പറ്റി ദീർഘമായി ഈ പുസ്തകത്തിലെ പ്രഭാഷണങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അതും കഴിഞ്ഞ് ദ തേർഡ് മൈൽ സ്റ്റോൺ ഈസ് കിങ് ഡേവിഡ്. 3-ാമത്തെ വലിയ നാഴികക്കല്ല് രാജാവായ ദാവീദാണ്. അത് കഴിഞ്ഞ് ആണ് ദാവീദ് പുത്രനെ പറ്റി പത്രോസ് ആണെങ്കിലും സ്തെഫാനോസ് ആണെങ്കിലും പൗലോസ് ആണെങ്കിലും ഒക്കെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദാവീദിൻ്റെ പ്രാധാന്യം ദൈവസഭയെ സംബന്ധിച്ച് എന്തുമാത്രമുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആരാണ് ദാവീദ്? ദാവീദ് അജപാലന ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിച്ച നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ദാവീദിൻ്റെ ശുശ്രൂഷയിൽ നാം ഇന്ന് അനുസ്മരിക്കുന്ന പിതാവിൻ്റെ സേവനത്തിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും പാദമുദ്രകൾ ഉണ്ടായിരുന്നോ? ഇതൊക്കെയാണ് ഈ സന്ധ്യയിൽ ചിന്തിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നത്. ദാവീദിനെ പറ്റി പറയുമ്പോൾ ഒന്നാമതായി അദ്ദേഹം കിന്നരം വായിക്കുന്നവനും ഇടയനുമായിരുന്നു. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ the basic identity of David was his life as a shepherd. ഒരു ഇടയൻ എന്നുള്ളതായിരുന്നു.
That was the underlying principle, the basic identity of David. അതിൻ്റെ കൂടെ ഒരു അഡീഷണലായിട്ട് മാത്രമാണ് ഈ കിന്നര വായനയെ നാം കാണുന്നത്. ആ കിന്നര വായനയിലൂടെയാണ് ദാവീദ് പൊതുശ്രദ്ധ ആകർഷിക്കുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ന്യായാധിപന്മാരുടെ കാലം വന്നു. അവസാനത്തെ ന്യായാധിപനായ ശമൂവേൽ ദീർഘദർശിയുടെ കാലം അവസാനിക്കാറായപ്പോൾ ദൈവജനം അടുത്തത് ആരായിരിക്കും തങ്ങളെ നയിക്കുന്നത് എന്ന് ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ ശമൂവേൽ ദീർഘദർശിയുടെ 2 മക്കൾ അവർ വന്നാൽ എങ്ങനെയിരിക്കും എന്നൊക്കെ ചിന്തിച്ചു. ജോയേലും അബിയായും അവരൊക്കെ പ്രത്യേകിച്ചും നല്ലൊരു നേതൃത്വത്തിന് അനർഹരാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ജനം ശമൂവേലിനോട് പറഞ്ഞു, ഞങ്ങൾക്കിനി ന്യായാധിപന്മാർ വേണ്ട, ഞങ്ങൾക്കിനി ഒരു രാജാവിനെ മതി. അപ്പോൾ ശമൂവേലിന് വലിയ പ്രശ്നമായി. കാരണം ഒരു രാജാവെന്ന് പറയുമ്പോൾ അയൽ രാജ്യങ്ങളെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത്. ഈജിപ്തും ബാബിലോണും അസീറിയയും അതുപോലെ അമ്മോന്യരും അമാലേക്യരും മോവാബ്യരും ഏദോമ്യരും ഇവരെയൊക്കെ നോക്കിയപ്പോൾ ഇസ്രായേലിൽ അങ്ങനെ ഇവരോട് കിടപിടിക്കത്തക്കവണ്ണം ഒരു പൊതു നേതാവിനെ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതായിരുന്നു സംശയം. അദ്ദേഹം നേതൃത്വത്തെ പറ്റിയൊക്കെ ഒരു പ്രഭാഷണം 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ജനം അതുകൊണ്ടൊന്നും തൃപ്തരായില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. യഹോവയായ ദൈവം പറഞ്ഞു, ആകട്ടെ, അവരുടെ ആഗ്രഹം നടക്കട്ടെ. അങ്ങനെ ബെന്യാമീൻ ഗോത്രത്തിന് ഒരു നറുക്ക് വീഴുകയാണ്. യാക്കോബ് ഏറ്റവും സ്നേഹിച്ചത് റാഹേലിനെയാണല്ലോ. റാഹേലിനെ തൻ്റെ പ്രിയ സഖിയായി കൂട്ടാനാണല്ലോ ദീർഘവർഷങ്ങൾ ലാബാന്റെ ഭവനത്തിൽ വസിച്ചത്. പക്ഷെ അവസാനമാണ് റാഹേലിനെ വിവാഹം കഴിച്ചത്. റാഹേലിന് 2 മക്കളായിരുന്നു. ഒന്ന് യൗസേപ്പും മറ്റത് ബെന്യാമീൻ. ബെന്യാമീന്റെ ജനനത്തോടുകൂടി റാഹേൽ മരിക്കുകയും വഴിയരികിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ബെന്യാമീനോട് ഇസ്രായേലിന്, യാക്കോബിന് അമിതമായ സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, ബെന്യാമീൻ ഗോത്രത്തിനാണ് നേതൃസ്ഥാനത്തേക്ക് ആദ്യമേ ഒരവസരം ലഭിക്കുന്നത്. അതിൽ കീശ് എന്ന് പറയുന്ന ധനാഢ്യനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വന്ന് അവിടെ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ശൗൽ രാജാവിന് പെട്ടെന്ന് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു ഗായകനെ ആവശ്യമായി വന്നത്. അങ്ങനെയാണ് ദാവീദ് ശൗലിന്റെ കൊട്ടാരത്തിൽ വരുന്നതൊക്കെ. ഈ ശൗലിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമേ കീശിന്റെ ആൺമക്കളെ, മുതിർന്നവരെ, അതുപോലെ കോമളഗാത്രരെ ഒക്കെ മുന്നോട്ട് ആനയിച്ചു. ആദ്യത്തെ മകനെ കണ്ടപ്പോൾ തന്നെ ശമൂവേലിന് ബോധിച്ചു. അങ്ങനെ ശൗലിനെ തെരഞ്ഞെടുക്കുകയാണ്. ശൗലിനെ പറ്റി പറയുന്നത്, അവൻ ജനമധ്യേ നിന്നപ്പോൾ മറ്റെല്ലാവരേക്കാളും അവന് തോൾപ്പൊക്കം കൂടുതലായിരുന്നു. ശമൂവേൽ വിചാരിച്ചു, ഇതാണല്ലോ നല്ലൊരു നേതാവ്. ജനത്തിന്റെ മധ്യേ നിന്നാൽ തലയെടുപ്പുണ്ട്, അരോഗ്യദൃഢഗാത്രനാണ്. അങ്ങനെയൊക്കെ അദ്ദേഹത്തെ ശമൂവേലിനും തൃപ്തിയായി വാഴിക്കുകയായിരുന്നു. ശൗൽ 4 പതിറ്റാണ്ടുകൾ ഇസ്രായേലിനെ നയിച്ചെങ്കിലും അവസാനമായപ്പോ അദ്ദേഹത്തിന് ദുരാത്മാവ് വന്ന് അദ്ദേഹത്തിന് തൻ്റെ ജനത്തെ നയിപ്പാനുള്ള ശേഷിയില്ലാതായി. തന്നെയുമല്ല, യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ ശൗലിനെ രാജാവായി വാഴിക്കൊണ്ട് ഇപ്പോൾ മനസ്താപപ്പെടുന്നു.
ശൗലിനെ ആശ്വസിപ്പിക്കുവാൻ വന്ന ദാവീദ് ഒരു ഇടയച്ചെറുക്കനാണ്. കിന്നരവും കൊണ്ടാണ് വരവ്. അദ്ദേഹം വെറും ഒരു പാട്ടുകാരൻ മാത്രമായിരുന്നില്ല, തികഞ്ഞ ഒരു ഇടയൻ തന്നെയായിരുന്നു. പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ടല്ലോ, നല്ല ഇടയൻ എന്ന് പറഞ്ഞാൽ നല്ല പാട്ടുകാരനാണ് എന്നൊരു തെറ്റിദ്ധാരണ സമീപകാലത്ത് വർദ്ധിച്ചു വന്ന് ഇടവക ശുശ്രൂഷ എന്ന് പറയുന്നത് തന്നെ ഗാന ശുശ്രൂഷയും ഇടവകാംഗങ്ങൾ എന്ന് പറയുന്നത് ഗായക സംഘവുമായി ഒക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ ദാവീദിനെ പറ്റി ശൗലിന് തൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ ബോധ്യപ്പെട്ട സംഗതി, അല്ലെങ്കിൽ ലേഖകൻ എഴുതിയിരിക്കുന്നത്, അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനും ആകുന്നു. യഹോവ അവനോടുകൂടെ ഉണ്ട് എന്ന് ആണ് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത്. ഇപ്പൊ ഗാനം മാത്രമല്ല, വാക്ചാതുര്യമുണ്ട്. ഈ ശൗലിനോട് എന്ത് വാക്ചാതുര്യമാണ് കാണിക്കുന്നതെന്ന് അറിഞ്ഞുകൂടെ? എനിക്ക് തോന്നുന്നു നമ്മുടെ പാസ്റ്ററൽ കൗൺസിലിംഗ് പഠിപ്പിക്കുന്നവർ ഒരുപക്ഷെ ഹി വാസ് എ കൗൺസിലർ എന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ദുരാത്മാവ് ബാധിച്ച, ബോധം നഷ്ടപ്പെട്ട, എന്തിനും മടിക്കാതെ ഇരിക്കുന്ന ഒരാളിൻ്റെ അടുക്കൽ പാട്ട് മാത്രം പറ്റുകയില്ല, അല്പം കൗൺസിലിങ്ങും ഒക്കെ ആവശ്യമായി വന്നു കാണുമോ എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. നല്ല പ്രഭാഷകനായിരുന്നു, നല്ലൊരു യോദ്ധാവായിരുന്നു. തികഞ്ഞ ഒരിടയൻ്റെ എല്ലാത്തരം സ്ഥിതിവിശേഷങ്ങളും ഈ ദാവീദില് നാം കാണുന്നുണ്ട്. ശൗലിനെ തിരസ്കരിച്ച യഹോവയായ ദൈവം ദാവീദിന്റെ അടുക്കലേക്ക് ശമൂവേലിനെ അയക്കുന്നത് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് ദാവീദിന്റെ രണ്ടാമത്തെ ശ്രേഷ്ഠത. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു, അദ്ദേഹം കിന്നര വായനക്കാരനായിരുന്നു, ഗായകനായിരുന്നു, ഗാനങ്ങൾ രചിക്കുന്ന നല്ലൊരു ലിറിസിസ്റ്റുമായിരുന്നു. രണ്ടാമത്തേത്, അദ്ദേഹം ജനത്തിന്റെ ഒരു വലിയ നേതാവായിരുന്നു. ശൗലിനെ പോലെ പൊക്കമൊന്നുമുള്ള ആളല്ല. ശമൂവേലിന് അത് അല്പം കുഴപ്പങ്ങളൊക്കെ ആദ്യം ഉണ്ടാക്കി. ഇശായിയുടെ ഭവനത്തിൽ ഇപ്പോ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് നേതൃത്വം വന്നു ചേർന്നിരിക്കുന്നത് യഹൂദ ഗോത്രത്തിലേക്കാണ്. അവിടെ വന്നു. ഇശായിയുടെ മക്കൾ 8 പുത്രന്മാരുണ്ട്. ഓരോരുത്തരെ കണ്ടപ്പോ ശമൂവേൽ തൈലക്കൊമ്പ് എടുക്കുകയാണ് തൈലമൊഴിക്കാൻ. യഹോവ വീട്ടൊപ്പ് ഉപയോഗിച്ച് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയാണ്. അവസാനം ചോദിക്കുന്നത്, ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പൊ പറയുന്നു, ഇനിയൊരു ഇളയ മകനുണ്ട്, അവൻ സഹോദരങ്ങളുടെ വേലക്കാർക്ക് ഭക്ഷണമൊക്കെയായി പോയിരിക്കുകയാണ്, അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വന്ന് ശമൂവേൽ ആകപ്പാടെ അടിമുടിയൊന്നും നോക്കിയിട്ട് അദ്ദേഹത്തിന് വലിയ തൃപ്തിയൊന്നും തോന്നിയില്ല. പക്ഷേ അവിടെ ഒരു ദൈവവചനം നാം വായിക്കുന്നുണ്ട്, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മയൊക്കെ ദൈവം വിളിച്ചിരിക്കുന്നത് നമ്മുടെ ബാഹ്യമായ ശേഷിയോ നമ്മുടെ ഭൗതികമായ സമ്പത്തുകളോ നമ്മുടെ താലന്തുകളുടെ തിളക്കമോ ഒന്നുമല്ല. അതിലുപരിയായി ദൈവം നോക്കുന്നത് ഹൃദയമാണ്. ഇന്ന് നാം അനുസ്മരിക്കുന്ന പുണ്യവാനായ വട്ടശ്ശേരിൽ തിരുമേനിയെയും ആദ്യമൊക്കെ കണ്ടവർ പരിഹസിച്ച കാലഘട്ടമുണ്ടായിരുന്നു. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. നമ്മയും അങ്ങനെയാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദാവീദിൽ കൂടെ ലോകത്തിൽ അങ്ങനെയാണ് ഒത്തിരി ആളുകൾ നേതൃസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. ദ പേർപ്പസ് ഡ്രിവൺ ലൈഫ് എന്നും പറഞ്ഞുകൊണ്ട് ദശലക്ഷം ആളുകൾ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ഒരു സുവിശേഷകൻ എഴുതിയതാണ്.
എനിക്ക് പുസ്തകം ആദ്യമായി പരിചയപ്പെടുവാനിടയായത് അമേരിക്കയിൽ ഒരു സന്ദർശനം നടത്തുമ്പോൾ ഒരു വൈദികൻ എന്നോട് പറഞ്ഞു, ചില സമയമുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീടൊന്ന് സന്ദർശിക്കണം. അവരുടെ ഒരു 10-25 വയസ്സ് പ്രായമായ മകന് സമീപ കാലത്ത് പെട്ടെന്ന് അപകടത്തിൽപ്പെട്ട് മരിച്ചു. അതുകൊണ്ട് മാതാപിതാക്കളുടെ അടുക്കൽ ഒന്ന് പോയി അല്പസമയം ഒന്നിരിക്കുന്നത് നന്നായിരിക്കും. അവർക്ക് വേണ്ട നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്താൽ കൊള്ളാമായിരിക്കും എന്ന് പറഞ്ഞു. ഫോൺ നമ്പറൊക്കെ തന്നു. ഞാൻ അവരെ വിളിച്ചു. ഗൃഹനാഥനാണ് ഫോൺ എടുത്തത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, വൈ കോണ്ട് വി മീറ്റ് ഇൻ എ റെസ്റ്റോറന്റ്? നമുക്കൊരു കോഫി ഹൗസിൽ ഒന്ന് മീറ്റ് ചെയ്താൽ എന്താണ്? എനിക്ക് വളരെ അത്ഭുതം തോന്നി. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഇരിക്കാം എന്ന് ഇദ്ദേഹം പറയുന്നത്? എന്തായിരുന്നാലും പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തി. അദ്ദേഹം ഈ പറഞ്ഞ പുസ്തകം കൊണ്ടാണ് വന്നത്. For what you are on this earth, the purpose-driven life, written by Rick Warren, read by millions and millions of people around the world. അദ്ദേഹം സംഭാഷണം തുടങ്ങി. ഫ്രഞ്ച് ഫ്രൈസും കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് സംഭാഷണം തുടങ്ങി. ആ പുസ്തകത്തിന്റെ പേജുകൾ മുഴുവൻ വായിച്ചു തീർന്ന ഒരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തിന് കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടിയാണ് തയ്യാറായിട്ട് പോയത്. വാസ്തവത്തിൽ അദ്ദേഹം എനിക്കൊരു കൗൺസിലിംഗ് തരികയായിരുന്നു. ആ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ അത് മുഴുവൻ വേദപുസ്തക സംഭവങ്ങളും വേദപുസ്തക പുരുഷന്മാരുമാണ്. എനിക്കപ്പോഴാണ് ഞാനെന്ത് ചെറുതായി പോയി എന്ന് ഉള്ള തിരിച്ചറിവുണ്ടായത്. ഈ വലിയ തീവ്രമായ ദുഃഖത്തിന്റെ നടുവിലും തന്നെ ശക്തിപ്പെടുത്തിയ ദൈവപുരുഷന്മാരെ, ദൈവവചനങ്ങളെ എന്നോട് സുവിശേഷിക്കുവാൻ ആ പിതാവിന് കഴിഞ്ഞെങ്കിൽ അദ്ദേഹം എന്നേക്കാൾ എത്രയോ വലിയ ആത്മീയനാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയുണ്ടായി. ആ പുസ്തകം എനിക്ക് ഒരു കോപ്പി വാങ്ങിച്ച് ഞാൻ പോരുന്നതിന് മുമ്പ് തരികയും ചെയ്തു. ഞാനും അത് പൂർണ്ണമായി വായിച്ചു. അതിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്, all God's giants are weak people. All God's giants are weak people. ദൈവത്തിന്റെ വലിയ രാക്ഷസന്മാരെല്ലാം പരിമിതിയുള്ളവരാണ്, കുറവുകളുള്ളവരാണ്, ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുള്ളവരുമാണ്. ദൈവം ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ഭീരുവായിരുന്നു. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവജനത്തെ സംരക്ഷിച്ച മോശ വിക്കനായിരുന്നു. വിജയശ്രീലാടിതനായ ന്യായാധിപൻ ഗിദെയോൻ ജാരസന്തതിയായിരുന്നു. അങ്ങനെ നോക്കുമ്പോ അതുപോലെ ഇന്ന് നാം ആരെപ്പറ്റി പറഞ്ഞു തുടങ്ങിയോ, ആ അപ്പോസ്തലനായ പൗലോസ് കടുത്ത മത തീവ്രവാദിയായിരുന്നു. ഹി വാസ് എ ടെററിസ്റ്റ്. ആളുകളെ വലിച്ചഴച്ച് കൊല്ലുവാൻ വേണ്ടി കോടതികളിൽ എത്തിച്ച ഒരു ഭീകരവാദിയായിരുന്നു ശൗൽ എന്ന് പറയുന്ന ബെന്യാമിൻ ഗോത്രക്കാരൻ. ദൈവം അവരെയൊക്കെ രൂപാന്തരപ്പെടുത്തി. പലപ്പോഴും ദൈവം മനുഷ്യരെ രൂപാന്തരപ്പെടുത്തിയാണ് നല്ല ഇടയന്മാരും നല്ല സാരഥികളും ഒക്കെ ആക്കിയിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സുവിശേഷ പ്രസംഗ ശ്രോതാക്കളുടെ എണ്ണം കണക്കിലെടുത്താൽ വിജയിച്ചിരിക്കുന്ന ഒരാളുണ്ട്. നിക്കി വുജേസിക് എന്ന് പറയും. നിക്കി വുജേസിക് സെർബിയൻ ഒറിജിനാണ്. ഓസ്ട്രേലിയയിൽ വളർന്നവനാണ്. അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഉള്ള ആളാണ്. ജനിച്ചപ്പോ 2 കൈയുമില്ല, 2 കാലുമില്ല. അദ്ദേഹത്തിന്റെ പുസ്തകമൊക്കെ പിന്നീട് വന്നിട്ടുണ്ട്, ലൈഫ് വിതൗട്ട് ലിംസ്. അദ്ദേഹത്തെ മാതാപിതാക്കൾ വളരെയധികം സ്നേഹിച്ചു, പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ 2 കുഞ്ഞുങ്ങൾ കൂടെ ആ മാതാപിതാക്കൾക്കുണ്ടായി. ഇപ്പൊ നിക്കി വിചാരിച്ചു, അദ്ദേഹത്തിന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു കൈയും കാലുമുള്ള കുട്ടികളുടെ സ്ഥിതിവിശേഷവും കൈയും കാലുമില്ലാത്ത തൻ്റെ അവസ്ഥയും. താരതമ്യങ്ങൾ തുടങ്ങി. മാതാപിതാക്കളുടെ സമീപനത്തിലെ താരതമ്യം പഠിക്കാൻ തുടങ്ങി. ആൻഡ് ഹി ബിക്കെയിം ഡിസ്പെയർഡ്. 8 വയസ്സുള്ളപ്പം വിചാരിച്ചു
ആത്മഹത്യ ചെയ്ത് കളയാം. എങ്ങനെയാണ്? ആത്മഹത്യ ചെയ്യണമെങ്കിലും കൈയും കാലും വേണമല്ലോ. കൈയും കാലും ഇല്ലാത്ത ഒരാൾ എങ്ങനെ ആത്മഹത്യ ചെയ്യും? അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് ബാത്ടബിൽ വെള്ളം നിറച്ച് കുളിക്കാൻ കിടത്തുമ്പോൾ അവിടുന്ന് പൊങ്ങി വരാതെ എങ്ങനെയെങ്കിലും ഇരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ശ്രമം വിഫലമായി. സ്കൂളിലൊക്കെ പോകുമ്പോൾ ഹി വാസ് ലോൺലി. അങ്ങനെ ഇരിക്കുമ്പോൾ 10-13 വയസ്സായി. ആ സ്കൂളിലെ ജാനിറ്റർ, ആ സ്കൂളിലെ തൂപ്പുകാരൻ അല്ലെങ്കിൽ തൂപ്പുകാരത്തി, അവർ ഈ കുട്ടിയോട് ചെറിയ രീതിയിലൊക്കെ സംഭാഷണം നടത്താറുണ്ട്, ഇവനെ ശ്രദ്ധിക്കാറുണ്ട്, ഒരമ്മയുടെ പുത്രവാത്സല്യത്തോടെ. ഒരിക്കല് ആ ജാനിറ്റർ നിക്കി ബുജേസിക്കിനോട് ചോദിച്ചു, why can't you use your voice for the service of the Lord? നിന്റെ ശബ്ദം വളരെ നന്നായിരിക്കുന്നല്ലോ, നിനക്കിത് നല്ല കാര്യത്തിന് വിനിയോഗിച്ചുകൂടെ? അന്നാണ് നിക്കി തിരിച്ചറിഞ്ഞത് തൻ്റെ ശബ്ദം നല്ലതായിരിക്കുന്നു എന്ന്. അദ്ദേഹം ചോദിച്ചു, കൈയും കാലും ഇല്ലാത്തവന് ലോകത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നീ നല്ലൊരു പ്രസംഗം നടത്ത്. അയാൾ പറഞ്ഞു, ഞാൻ എന്ത് പ്രസംഗിക്കാനാണ്? കൈയും കാലുമുള്ള ഓടി ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ എനിക്കെന്ത് പ്രസംഗിക്കാനാണ്? ഈ ജാനിറ്റർ പ്രോത്സാഹിപ്പിച്ചു. നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി. നിന്റെ അപ്പനും അമ്മയും ദൈവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ വെളിച്ചത്തിൽ നീ കടന്നു വന്ന വഴികളിലെ ദൈവസ്നേഹം ഒന്ന് ആലോചിച്ചു നോക്കൂ, അതിനെപ്പറ്റി പറഞ്ഞാൽ മതി. നിക്കിയുടെ പ്രസംഗം വലിയ കയ്യടികളോടെ സ്കൂൾ വിദ്യാർത്ഥികൾ സ്വീകരിച്ചു. ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ സുവിശേഷ പ്രഭാഷകനും മോട്ടിവേറ്ററുമാണ്. 34 മില്യൺ ആളുകളാണ് അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രസംഗം TV-യിൽ വാച്ച് ചെയ്യുന്നത്. ഞങ്ങളെ പോലെയുള്ളവരുടെ പ്രസംഗം 100 പേരോ 200 പേരോ കണ്ടാൽ ഭാഗ്യമായി, 1000 വന്നാൽ അത് വലിയ ഭാഗ്യമായി എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. 34 മില്യൺ ആളുകളാണ്. പ്രിയമുള്ളവരെ, ദൈവം വിചാരിച്ചാൽ നമ്മയൊക്കെ വലിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മല്ലപ്പള്ളിയിൽ ജനിച്ച, വട്ടശ്ശേരിൽ തറവാട്ടിൽ വളർന്നു വന്ന ഈ പിതാവിനെയും ദൈവം പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. തൻ്റെ ജനത്തിൻ്റെ നായകനായി. ഇശായിയുടെ മകനായ ദാവീദിനെ പോലെ. ദാവീദ് എത്രയോ ശത്രുക്കളെ ഇല്ലാതെയാക്കി. അമാലേക്ക്, ഏറ്റവും പ്രധാനമായി ശൗലിന് ഒരിക്കലും സാധിക്കാതെ പോയ ഫെലിസ്ത്യരുടെ മേലുള്ള അന്തിമമായ വിജയം. അമാലേക്യരെ, അമ്മോന്യരെ, ഏദോമ്യരെ, മോവാബ്യരെ, ഇവരെയെല്ലാം പിടിച്ചടക്കി. അവസാനം യെബൂസ്യരുടെ കൈവശമിരുന്ന യബൂസ് എന്ന നഗരം പിടിച്ചടക്കി. അതിന് യെരൂശലേം എന്ന് പേര് നൽകി. അവിടെ കൊട്ടാരവും അവിടെ ദേവാലയവും പണിത ദാവീദാണ്. എന്തായിരുന്നു ഈ ഒരു നേതു പാടവത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ദാവീദിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതില് 3-4 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, he trusted the Lord. ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ഉറപ്പ് എപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ഈ പറഞ്ഞ അയൽ രാജ്യങ്ങളിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം വംശത്തിൽ നിന്ന് ശിമയി എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തെ പരിഹസിച്ച, അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചയാളാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം മകനായ അബ്ശാലോം അദ്ദേഹത്തിന് ശത്രുവായി തീർന്ന ആളാണ്. അദ്ദേഹം ആരെ ശുശ്രൂഷിച്ചുവോ? തൻ്റെ മുൻഗാമിയായ ശൗൽ അദ്ദേഹത്തിന്റെ വലിയ ശത്രുവായിരുന്നു. അദ്ദേഹത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്ന യോവാബ് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞ സന്ദർഭങ്ങളുണ്ട്. ഈ സന്ദർഭങ്ങളിലൊക്കെ ദാവീദ് വളരെ പക്വതയോടെ കാര്യങ്ങളെ നേരിടുകയും, അതുപോലെ തന്നെ നാം നോക്കിയാൽ അറിയാം, ഈ അവസരങ്ങളിലൊക്കെ അദ്ദേഹം ദൈവത്തോട് ചേർന്നിരുന്ന് സങ്കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്തു. കാരണം അദ്ദേഹം
ഒരു വലിയ ഇടയനായിരുന്നു. യഹോവ എൻ്റെ ഇടയനാകും, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം നീതിപാതകളിൽ എന്നെ വഴി നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഭയപ്പെടുകയില്ല. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിടുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്നൊക്കെ പറഞ്ഞുള്ള 23-ാം സങ്കീർത്തനം. അതായിരുന്നു ദാവീദിന്റെ മോഡൽ എന്ന് പറയുന്നത്. ഒരു ഇടയൻ എന്ന് പറഞ്ഞാൽ ആദ്യമേ മനസ്സിലാക്കിയിരിക്കേണ്ട യാഥാർത്ഥ്യമാണ്. പിന്നീട് അദ്ദേഹം എത്രയോ സങ്കീർത്തനങ്ങൾ രചിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നപ്പോ, ബത്ശേബയുമായുള്ള അടുപ്പത്തിൽ വന്ന വീഴ്ച നാഥാൻ പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചപ്പോ, രാജാവായി ദാവീദ് മറ്റു രാജാക്കന്മാരെ പോലെ പ്രവാചകനെ ഇല്ലായ്മ ചെയ്യാനോ ശത്രുപക്ഷത്ത് നിർത്താനോ അല്ല ശ്രമിച്ചത്. മറിച്ച് അദ്ദേഹം ദൈവത്തോട് മുഖാമുഖമായി നിന്നുകൊണ്ട് അനുതാപ സങ്കീർത്തനം രചിക്കുകയായിരുന്നു. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയത്തെ എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഒരു ട്രാൻസ്ഫോർമേഷന്റെ, രൂപാന്തരത്തിന്റെ പാതയിലാകാൻ ശ്രമിച്ചു. എനിക്ക് തോന്നുന്നു ദൈവജനത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ കുമ്പസാര പിതാവ് നാഥാനാണ് എന്നെനിക്ക് തോന്നുന്നു. നാഥാനാണ് ആദ്യമേ ഏറ്റവും വലിയ കുമ്പസാര പിതാവ്. രാജാവായ ദാവീദിന്റെ അടുക്കൽ വന്ന് മുഖാമുഖം ഇരുന്ന് അവന്റെ പാപങ്ങളെ ചൂണ്ടിക്കാട്ടി അവനെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ബത്ശേബയിൽ ഉണ്ടായ ശിശു മരിക്കാറായി. ദാവീദ് രട്ടിലും വെണ്ണീറിലും ഇരുന്ന് അനുതപിച്ചു. പക്ഷേ കുഞ്ഞ് മരിച്ചുപോയി. പെട്ടെന്ന് രാജാവിനെ വിവരം അറിയിച്ചു. രാജാവ് തൻ്റെ വിലാപ വസ്ത്രങ്ങളെല്ലാം മാറ്റി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. സേനാനായകന്മാർക്കും അകമ്പടിക്കാർക്കുമൊക്കെ അത്ഭുതമായി. നീ കുഞ്ഞ് രോഗിയായി കിടന്നപ്പോ വിലപിച്ചല്ലോ, കരഞ്ഞല്ലോ, ഇപ്പൊ എന്താണ് കരയാത്തത്? ദാവീദ് വലിയൊരു ദൈവശാസ്ത്രം പറയുന്നുണ്ട് അവിടെ. ആ കുഞ്ഞിനി ഇങ്ങോട്ട് വരികയില്ലല്ലോ, ഞാനിനി അങ്ങോട്ട് പോയി അതിനെ കാണുകയല്ലേ വേണ്ടത്, ഞാൻ എന്നെ തന്നെ അതിനായി ഒരുക്കട്ടെ. എന്തൊരു വലിയ ദൈവശാസ്ത്രം! ദാവീദിന്റെ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം വലിയൊരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു. ഒരു രാജാവായ ആരായിരിക്കണം? പ്രപഞ്ചത്തെ പറ്റി 19-ാം സങ്കീർത്തനത്തിൽ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശത്തട്ട് അവന്റെ കൈവേലയെ കാണിക്കുന്നു. പകൽ പകലിന് എന്നൊക്കെ പറഞ്ഞുള്ള 19-ാം സങ്കീർത്തനം. 150 സങ്കീർത്തനവും ദാവീദ് എഴുതിയതല്ല എന്ന് നമുക്കറിയാം. ഇന്ന് രാവിലെ ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാളോട് ഒരു വാക്യം പറയാൻ പറഞ്ഞു. ആൾ വളരെ സമർത്ഥിയായ ഒരു വനിതയാണ്, ഡിഗ്രികളൊക്കെ ഉള്ള ആളാണ്. പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരുന്നു. എന്നോട് സകല ഭൂവാസികളുമായുള്ളവരെ എന്നുള്ള സങ്കീർത്തനം പറഞ്ഞു. ഞാൻ ചോദിച്ചു, എത്രാം സങ്കീർത്തനമാ? 190 പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് തന്നെ കടയിൽ പോയി പുതിയൊരു ബൈബിൾ വാങ്ങിക്കാം, എൻ്റെ പുസ്തകത്തിൽ 150 ഉള്ളൂ. നമ്മുടെ ആളുകളുടെ സങ്കീർത്തന വായന ഇതാണ്. എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയാം, എന്തൊക്കെ പാടുന്നു, എന്തൊക്കെ പറയുന്നു, സൂക്ഷ്മ നിരീക്ഷണമില്ല, ഹൃദയത്തിൽ സൂക്ഷിക്കുന്നില്ല. ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിദ്യാർത്ഥികളായ നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. അതിന് ദൈവശാസ്ത്രം ഒന്ന് തിരിച്ചറിയുന്ന പഠന ഗ്രന്ഥങ്ങളും അതുപോലെ ഡിസർട്ടേഷൻസും ഉണ്ടാവണം. ആസാഫിന്റെ സങ്കീർത്തനങ്ങൾ ഏതാണ്? മോശയുടെ പ്രാർത്ഥനകൾ ഏതാണ്? യദൂഥാന്റെ ഗീതങ്ങൾ ഏതാണ്? കോരഹപുത്രന്മാരുടെ സങ്കീർത്തനങ്ങൾ ഏതാണ്? സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ദാവീദിന്റെ സങ്കീർത്തനങ്ങളുടെ തിളക്കം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ഒരു നേതാവ് എന്നുള്ള നിലയിൽ ദാവീദിന്റെ മറ്റൊരു വലിയ ഗുണമായിരുന്നു, he was winning over the negative impulses of his life. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്.
because we belong to the animal world. അനിമൽസിനുള്ള മൃഗീയമായ പല കാര്യങ്ങളും നമുക്ക് കാണാം. അതിൽ പലതുമാണ് ഇന്നത്തെ അജപാലകരെ പലരെയും തോൽപ്പിക്കുന്നത്. അസൂയ ഒരു നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് ആണ്. മത്സരം മറ്റൊരു നെഗറ്റിവിറ്റിയാണ്. ശത്രുക്കളായി എല്ലാവരെയും ശത്രുപക്ഷത്ത് നിർത്തി ഇല്ലാത്തടത്ത് വഴക്കുകൾ ഉണ്ടാക്കുന്നത് മറ്റൊരു നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റാണ്. വെഞ്ചൻസ്, പ്രതികാരം വൈദികരുടെ ഇടയിലും ശുശ്രൂഷകരുടെ ഇടയിലും ഉണ്ടെങ്കിൽ ആ ആള് ഒരിക്കലും ജനങ്ങളെ നയിക്കാൻ കൊള്ളാത്ത ആളാണ്. പ്രകടനങ്ങളല്ല നമുക്കാവശ്യം ദൈവത്തിൽ ആശ്രയിച്ച ഒരു സംസ്കാരമാണ്, ഒരാത്മീയതയാണ്. തന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കാൻ ശ്രമിച്ച ശൗൽ രാജാവ് എത്രയോ തവണ കൊല്ലാൻ ശ്രമിച്ചു. ഈ കിന്നര വായനയുടെ ഇടയ്ക്ക് ഒരിക്കൽ ദാവീദിനെ ഭിത്തിയോട് ചേർത്ത് കുന്തം ചാർത്തുവാൻ ശ്രമിച്ചു. മറ്റൊരിക്കൽ ശൗലിന്റെ പുത്രനും ദാവീദിന്റെ സ്നേഹിതനുമായി യോനാഥാൻ ഇരിക്കുന്ന സദസ്സിൽ ദാവീദിനെ എങ്ങനെയെങ്കിലും കൊന്നൊടുക്കുവാനുള്ള ദുരാലോചനയുണ്ടായി. യോനാഥാൻ ദാവീദിനെ വിവരമറിയിച്ചു. ദാവീദ് ഓടി രക്ഷപ്പെട്ടു. വേറെ അവസരത്തിൽ ദാവീദിന്റെ പ്രാണസഖിയായ ശൗലിന്റെ മകൾ, ആദ്യമേ ശൗല് ചില ഉപായമൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. ഒരിക്കൽ പറഞ്ഞു, എൻ്റെ മൂത്ത മകളെ കൊണ്ട് നിന്നെ കെട്ടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു കണ്ടീഷനേ ഉള്ളൂ, ഇന്നയിടത്തൊരു യുദ്ധമുണ്ട്, അത് പോയെന്ന് ജയിച്ചു വന്നാൽ ഉടനെ ഞാൻ നിന്നെ എൻ്റെ മരുമകനാക്കാം. ദാവീദ് പറഞ്ഞു, ദൈവം തമ്പുരാനെ, ഞാനൊരു പാവം പിടിച്ച മനുഷ്യനാണ്, ഞങ്ങളുടെ കുടുംബമൊക്കെ നിങ്ങളുടെ കുടുംബത്തോടൊന്നും ചേരുന്നതല്ല എന്നൊക്കെ പറഞ്ഞു നോക്കി. എങ്കിലും ശൗൽ യുദ്ധത്തിനായി പറഞ്ഞു വിട്ടു. ജയിച്ചു വന്ന ദാവീദ് കണ്ടത് മൂത്ത മകളുടെ പുതിയ ഭർത്താവിനെയാണ്. അങ്ങനെയുള്ള കുസൃതികളൊക്കെ ശൗൽ രാജാവ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത മകൾ മീഖളിന് ദാവീദിനോട് വലിയ ഇഷ്ടമായിരുന്നു, ദാവീദിനോട് സ്നേഹമായിരുന്നു. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണല്ലോ ഈ പ്രണയം. നമ്മുടെ പ്രസംഗങ്ങളുടെ ഇടയിലും ഈ പ്രണയം അനവസരത്തിൽ ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു. കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച ഒരു പ്രസംഗത്തിൽ യേശുക്രിസ്തുവിന് നമ്മോടൊക്കെ പ്രണയമായിരുന്നു എന്നൊരു ഇടയൻ പ്രസംഗിക്കുന്നത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. പ്രണയം എന്താണ് എന്ന് അറിഞ്ഞുകൂടാ. ആരൊക്കെയോ ചില വാക്കുകൾ ഉപയോഗിക്കുന്നു, അതൊക്കെ ഞാനും അങ്ങ് ഉപയോഗിക്കാം. ആരൊക്കെയോ പ്രമുഖ പ്രസംഗകര് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഞാനും അങ്ങനെയൊക്കെ ചെയ്യാം. ഞങ്ങൾ പഠിക്കുമ്പോഴും ഇതൊക്കെ ഉണ്ടായിരുന്നു. വന്ദനായ ജോഷുവാച്ചൻ്റെ പ്രസംഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രധാന പോയിന്റുകൾ വരുമ്പോൾ അദ്ദേഹം തൻ്റെ പാദത്തിൻ്റെ മുൻഭാഗം ഉറപ്പിച്ച് പിൻഭാഗം ഉയർത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഞങ്ങളുടെ ചില സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെ പ്രസംഗത്തിൽ പരിശോധിച്ചു നോക്കി, പക്ഷെ അവർക്കാർക്കും ജോഷുവാച്ചനാകാൻ ഒത്തില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ തനിമ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ തനിമ, അജപാലകന്മാരുടെ വിജയം ഇമിറ്റേഷൻ അല്ല, ആവശ്യമില്ലാത്ത ഇമിറ്റേഷൻ ആവശ്യമില്ല. ദാവീദിന്റെ ശൗലിന്റെ പടച്ചട്ട കൊടുത്തു. ദാവീദ് പറഞ്ഞു, നോ, ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞു മാറി. നമുക്കുള്ളത് മതി. അങ്ങനെ ദാവീദിന്റെ ഒത്തിരി നന്മകളുണ്ട്. ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലുവാൻ പുറപ്പെട്ട ഒരു സന്ദർഭം. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 24-ാം അധ്യായം. രാത്രിയായി. ഒരു ഭാഗത്ത് ശൗലിന്റെ ആളുകളും മറുഭാഗത്ത് ദാവീദിന്റെ ആളുകൾ. അർദ്ധരാത്രിയിൽ ദാവീദ് ചെന്നപ്പോ ശൗൽ ഉറങ്ങിക്കിടക്കുകയാണ്. അവന്റെ മേൽക്കുപ്പായത്തിന്റെ അഗ്രം മുറിച്ചെടുത്തു. നേരം വെളുത്തപ്പോ കാണിച്ചു ചോദിച്ചു, കണ്ടോ, ഇതെന്താണെന്നറിയാമോ? നിന്റെ കുപ്പായത്തിന്റെ അഗ്രമാണ്. എനിക്ക് നിന്നെ വേണമെങ്കിൽ കൊല്ലാമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്യുകയില്ല. നീ ദൈവത്തിന്റെ അഭിഷിക്തനാണ്. ഒരു വെഞ്ചൻസുമില്ല. 26-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഹഖീല കുന്നിൽ വെച്ച് ശൗൽ വീണ്ടും ദാവീദിനെ കൊല്ലാൻ ഒരുങ്ങുകയാണ്. അതിനുവേണ്ടി പടപ്പുറപ്പാടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൂത് വന്നു, ഫെലിസ്ത്യര് വീണ്ടും ആക്രമിക്കുന്നു. അപ്പോൾ ശൗലിന് അവിടെ പോകേണ്ടി വന്നു. പോയിട്ട് പിന്നാലെ തിരിച്ചു വന്ന് ദാവീദിനെ കൊല്ലുവാൻ വീണ്ടും ശ്രമിക്കുകയാണ്. അർദ്ധരാത്രിയിൽ ദാവീദ് ചെന്നപ്പോൾ കാണുന്നത് ശൗല് കൂക്കം വലിച്ചുറങ്ങുകയാണ്. കുന്തമുണ്ട് തലയ്ക്കൽ, ജലപാത്രമുണ്ട്, അത് രണ്ടും എടുത്തോണ്ടെങ്കിൽ പോരുന്നു. നേരം വെളുത്തപ്പോൾ കാണിച്ചു ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയെന്നറിയാമോ? നിന്റെ തലയ്ക്കൽ നിന്നാണ്.
എനിക്ക് വേണമെങ്കിൽ നിന്നെ കൊല്ലാമായിരുന്നു, പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ അഭിഷേകത്തിനോട് ഒരു ദോഷവും ചെയ്യുകയും. എന്തൊരു മഹാമനസ്കതയാണ്! അതല്ലേ ആത്മീയത? ശത്രുക്കളെ നിഗ്രഹിക്കുന്നതിന് ദാവീദ് ഒട്ടും തൽപരനല്ല. ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി യുദ്ധങ്ങൾ നയിച്ചിട്ടുണ്ട്. നമ്മുടെ പുണ്യപിതാവായ വട്ടശ്ശേരിൽ തിരുമേനിയും പലരും അദ്ദേഹത്തെ മല്ലനും യോദ്ധാവും ഒക്കെയായി ചിത്രീകരിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും അത്തരത്തിലുള്ള ഒരാളായിരുന്നില്ല. കടമറ്റം പള്ളിക്കേസ് ജയിച്ചു, വലിയ സ്വീകരണം കൊടുക്കാൻ ഒരുങ്ങി, പുതിയ അംബാസഡറൊക്കെ വാങ്ങിച്ച് അതിലിരുത്തി തിരുമേനിയെ കോട്ടയത്തേക്ക് ആനയിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, വേണ്ട, എല്ലാം എൻ്റെ മക്കളാണ്, നിങ്ങൾ കുറച്ചു പേര് സന്തോഷിക്കുന്നു. ഈ വിധിയിൽ ദുഃഖിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവരുടെ മുമ്പിൽ എനിക്കൊരു എഴുന്നള്ളിപ്പും വേണ്ട. ദൈവം അവരുടെ മനസ്സിന് മാറ്റം വരുത്തട്ടെ. എൻ്റെ മക്കളെല്ലാവരും ഒരുമിച്ച് കഴിയട്ടെ. പ്രിയമുള്ളവരെ, വട്ടശ്ശേരിൽ തിരുമേനിയെ പറ്റി ആഴമായി നാം പഠിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും കോടതി വിധികൾ മാത്രമാണ് നാം വായിക്കുന്നത്. വക്കീലന്മാരെ മാത്രം വായിച്ചാൽ വട്ടശ്ശേരിൽ തിരുമേനിയെ ഒരിക്കലും മനസ്സിലാക്കാൻ ഒക്കുകയില്ല. തന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവർ, തന്നെ തള്ളിക്കളഞ്ഞവർ, തൻ്റെ കൂടെ നിന്ന, തന്നോടൊപ്പം നേതൃസ്ഥാനത്ത് നിന്ന ആളുകൾ ശത്രുക്കളായ അവസരങ്ങൾ, അവിടെയൊക്കെ ദാവീദിനെ പോലെ യാതൊരു പ്രതികാരവുമില്ലാതെ അദ്ദേഹം പ്രവർത്തിച്ചു. അക്കരെ കുഞ്ഞുഞ്ഞിന് എഴുതുന്ന കത്തുണ്ട്, കുഞ്ഞുഞ്ഞെ, കേസിൻ്റെ വിധി വരികയാണല്ലോ, നമ്മളിൽ ഒരാളെ ജയിക്കുകയുള്ളൂ, അതുകൊണ്ട് നമുക്കൊന്ന് രമ്യപ്പെടാം. അദ്ദേഹം കത്തയക്കുകയാണ്, ഞാനാണോ നീയാണോ ജയിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ, നമുക്കൊന്ന് രമ്യപ്പെടാം. പ്രിയമുള്ളവരെ, അതാണ് ദാവീദിന്റെ മനസ്സ്, അതാണ് പരിശുദ്ധന്മാരുടെ മനസ്സെന്ന് പറയുന്നത്. അതുകൊണ്ട് അജപാലകരായി നമ്മെ തന്നെ ഒരുക്കുന്ന നമ്മൾ പലപ്പോഴും ഈ നെഗറ്റീവായിട്ടുള്ള ഇമ്പൾസസിന് അടിമപ്പെടാതെ പോസിറ്റീവായിട്ട് ആത്മീയരായി, ജനം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നാം ആത്മീയരായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ കാപ്പയുടെ തിളക്കമോ, നമ്മുടെ വണ്ടിയുടെ വലിപ്പമോ, നമ്മുടെ കെട്ടിടത്തിൻ്റെ മിനുക്കമോ, ഇതൊന്നും പ്രധാനമല്ല. അതിലൊക്കെ പ്രധാനം നിങ്ങളുടെ ശബ്ദത്തിൻ്റെ ഗുണവുമല്ല. അതിനേക്കാൾ ഒക്കെ പ്രധാനം നിങ്ങൾ ചെയ്യുന്നതെല്ലാം നീതിയോടെയും ന്യായത്തോടും കൂടിയാണോ? ദൈവത്തിൻ്റെ നീതിയാണോ നടപ്പാക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക അംശമുണ്ടോ? അതാണ് ആളുകൾ നോക്കുന്നത്. അവരെ തിളങ്ങുകയുള്ളൂ. മറ്റവരൊക്കെ കുറേ നാൾ തിളങ്ങും, അത് കഴിയുമ്പോൾ വാടിപ്പോകാനായിട്ടിടയുണ്ട്. ദാവീദ് രാജാവ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ നേതൃപാടവത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അദ്ദേഹത്തിന് he was very confident about the limited resources he has. ഉള്ള റിസോഴ്സസിൽ വളരെ തൃപ്തനായിരുന്നു. ശൗലിന്റെ പടച്ചട്ട കൊടുത്തപ്പോൾ പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ കവണയും കല്ലുമൊക്കെയുണ്ട്, എനിക്കിതേ അറിയുള്ളൂ. ഞാൻ ആടുകളെ മേയ്ക്കാൻ പോകുമ്പോൾ കുറുക്കന്മാർ വരുമ്പോൾ ഇതാണ് പ്രയോഗിക്കുന്നത്. ഗോലിയാത്ത് വലിയ ആകടി പൊക്കമുള്ള, അതിനേക്കാൾ പൊക്കമുള്ളവനോ ഒക്കെ ആയിക്കൊള്ളട്ടെ, ഞാനൊന്ന് പരിശ്രമിച്ചു നോക്കാം. വിത്ത് മൈ ലിമിറ്റഡ് റിസോഴ്സസ്, ഇഫ് ഗോഡ് ഈസ് വിത്ത് മീ, വണ്ടേഴ്സ് വിൽ ഹാപ്പൻ. അങ്ങനെയാണ് ഗോലിയാത്തിനെ നിഗ്രഹിക്കുന്നത്. ദാവീദിന്റെ നേതൃത്വത്തിൽ സഹാനുഭൂതിയും ഉണ്ടായിരുന്നു. ശൗൽ മരിച്ചു, യോനാഥാനും മരിച്ചു. ശൗലും 3 മക്കളും ഒരുമിച്ചാണ് മരിക്കുന്നത്. അവരുടെ മൃതശരീരങ്ങളെ ദാഗാന്റെ ക്ഷേത്രത്തിൽ കൊണ്ടിട്ടു. ശൗലിന്റെ ശിരസ് ദാഗാന്റെ വിഗ്രഹത്തിന്റെ എതിർഭാഗത്ത് കൊണ്ട് നിർത്തുകയാണ്. അങ്ങനെ ഉള്ള ആ കാലഘട്ടം കഴിഞ്ഞപ്പോ എല്ലാ ഇസ്രായേലിലും എല്ലാ പ്രഭുക്കന്മാരും കൂടി വീണ്ടും ദാവീദിനെ അഭിഷേകം ചെയ്യുന്നു. ഒന്നിലധികം അഭിഷേകം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് എലിയാസച്ചനുമൊക്കെ വിശദമായി പഠിപ്പിക്കും. എന്തായിരുന്നാലും ദാവീദ് ഈ എല്ലാവരുടെയും കോൺഫിഡൻസ് നേടിയവനായിരുന്നു, സഹാനുഭൂതിയുള്ളവനായിരുന്നു. ഒരിക്കൽ ദാവീദ് തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, ശൗലിന്റെ കയ്യിലുണ്ടായിരുന്ന വസ്തുവകകളും
കൃഷിസ്ഥലങ്ങളും എല്ലാം ഇപ്പൊ എൻ്റെ കയ്യിലാണ്. യോനാഥാന്റെ സ്വത്തുക്കളുമൊക്കെ എൻ്റെ കൈവശമാണ്. ഞാനിതെന്തിനാണ് ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ആ കുടുംബം ഇപ്പൊ എവിടെയാണ്? ആ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആളുകൾ ഓടി നടന്ന് അന്വേഷിച്ചു. അവസാനം പറഞ്ഞു, ഒരാളുണ്ട്, അവൻ നാട് വിട്ടു പോയിരിക്കുകയാണ്. കാരണം അല്പം ഭയമുണ്ട്. മുടന്തനാണ്, രണ്ടു കാലും മുടന്തനാണ്. മെഫീബോശേത്ത്. ദാവീദ് പറഞ്ഞു അവനെ വിളിക്കാൻ പറഞ്ഞു. മെഫീബോശേത്തിനെ വിളിച്ചുകൊണ്ട് വന്നു. വലിയ സ്വീകരണം കൊടുത്തു. അവനോട് പറഞ്ഞു, നിന്റെ അപ്പച്ചനും വല്യപ്പച്ചനും ഒക്കെ അവകാശപ്പെട്ട സ്വത്തൊക്കെ ഇപ്പൊ എൻ്റെ കയ്യിലാണ്. ഇതെല്ലാം നീ എടുത്തു. ഈ വസ്തുക്കളും ഈ സമ്പാദ്യങ്ങളും ഈ കൃഷിസ്ഥലങ്ങളും ഈ ആടുമാടുകളും ഈ പട്ടാളവും ഈ ജനനേതാക്കന്മാരും, all this belong to you from now onwards. ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ 3 നേരവും ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ മേശയിൽ നിന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് വേണം കഴിക്കാൻ. അതായിരുന്നു ആത്മീയ നേതാവിൻ്റെ സ്വഭാവം. മറ്റൊരു ശത്രുരാജ്യം, ആ രാജാവ് ഒരിക്കല് ദാവീദിനെ സഹായിച്ചതാണ്. അദ്ദേഹം നിര്യാതനായി എന്നറിഞ്ഞപ്പോ, അദ്ദേഹത്തിന്റെ മകൻ പുതിയ രാജാവ് വന്നപ്പോ ദാവീദ് ആളുകളെ വിട്ടു അനുശോചനം അറിയിക്കാൻ. പക്ഷെ മകന് അത് ആ രീതിയിൽ സ്വീകരിക്കാൻ പറ്റിയില്ല. ഇതെല്ലാം ഒന്നും ഞാനിപ്പോ റെഫറൻസ് പറയുന്നില്ല, കാരണം നിങ്ങൾ പഴയ നിയമം പഠിക്കണമല്ലോ. 1 ശമൂവേലും 2 ശമൂവേലും വായിക്കണം. 1 ദിനവൃത്താന്തത്തിന്റെ ആദ്യത്തെ 9 അധ്യായങ്ങൾ ദ ജീനിയോളജിക്കൽ പോർട്ടിക്കോ, വംശാവലിയുടെ ഭൂമുഖമാണ് 9 അധ്യായങ്ങൾ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ദാവീദിന്റെ വർണ്ണനകളാണ് അവസാനം വരെ. ദാവീദിന്റെ ജീവിതത്തിലെ 2 ഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ചു. കിന്നര വായനക്കാരനായ ദാവീദ്, ജനത്തിന്റെ നേതാവായ ദാവീദ്. 3-മതേ ദാവീദ് ദൈവത്തിന്റെ നിയമപെട്ടകം നേടിയെടുക്കുകയും ദൈവത്തിന് ആലയം പണിയാൻ ആഗ്രഹിക്കുകയും ചെയ്തവനാണ്. തൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവജനത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അവരുടെ ആരാധനയെ ക്രോഡീകരിക്കുക എന്നുള്ളതാണ്. യഹോവയായ ദൈവത്തിന് ഒരു വലിയ ആലയം പണിയുക എന്നുള്ളതാണ്. നിയമപെട്ടകം ഫെലിസ്തീന് കൊണ്ടുപോയി, രസകരമായ ചരിത്രമാണ്. ഓരോ ദേശത്തും കൊണ്ടുവെക്കും. അവിടെ ഉള്ളവർക്കൊക്കെ ഒരു പകർച്ചവ്യാധി വരികയാണ്. അവരടുത്ത സ്ഥലത്തേക്ക് തള്ളിവിടും. അവിടെ ചെല്ലുമ്പോൾ ആ ഗ്രാമക്കാർ മുഴുവൻ കഷ്ടതയിലായി. അവസാനം ഒരു കാളവണ്ടിയിൽ കയറ്റി ഇതിനെ തള്ളി അങ്ങ് വിട്ടു. എവിടെങ്കിലും പോയിക്കൊള്ളട്ടെ. കിട്ടിയ മനുഷ്യനും ഹതഭാഗ്യനായി. അങ്ങനെയൊക്കെ ചരിത്രം നിയമപെട്ടകത്തിനുണ്ട്. അവസാനം ഫെലിസ്തീനെ വിജയിച്ച് ദാവീദ് നിയമപെട്ടകവുമായി യെരൂശലേമിലേക്ക് എതിരേറ്റു വരുന്നുണ്ട്. അതിന് ഇരിപ്പിടം കൊടുക്കുവാൻ സംഗീതക്കാരും നൃത്തക്കാരും ആഘോഷക്കാരും എല്ലാ മേളങ്ങളുമുണ്ട്. മീഖൾ മുകളിലത്തെ നിലയിൽ നിന്ന് നോക്കിയപ്പോൾ രാജാവ് ഇവിടെ തുള്ളിച്ചാടുകയാണ്. ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, നിനക്ക് നാണമില്ലേ? നീ ഇസ്രായേലിന്റെ രാജാവല്ലേ? നീ ഇവരുടെ കൂടെ എന്തിനായി ഡാൻസ് ചെയ്യുന്നത്? ദാവീദ് പറഞ്ഞു, നിനക്കിതിൻ്റെ ഒന്നും വില അറിയുകയില്ല. നീ ശൗലിന്റെ മകളാണ്. ഇസ്രായേൽ ജനത്തിന്റെ അഭിമാനത്തിന്റെ ദൃശ്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നിയമപെട്ടകത്തെ കൊണ്ട് വെക്കുകയാണ്. യെരൂശലേം ദേവാലയം പണിയാൻ ഓർന്നാന്റെ കളത്തിൽ അവിടെ യെരൂശലേം ദേവാലയം പണിയാനായിട്ട് നിശ്ചയിച്ചു. ദാവീദ് അതിനുള്ള വിശിഷ്ട സാധനങ്ങൾ കുറെയൊക്കെ ശേഖരിച്ചു. അവിടെ എന്തൊക്കെ ഉണ്ടാവണം എന്നൊക്കെ നിർണയിച്ചു. അതിനാരൊക്കെ ആയിരിക്കണം ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നൊക്കെ പുനരാലോചിച്ചു. അതിനുള്ള ഫണ്ട് ശേഖരണം നടത്തി. എന്തിനേറെ ഡ്രോയിങ്സ് വരെ തയ്യാറാക്കി. സ്ട്രക്ചറൽ ഡ്രോയിങ്ങും ലേ ഔട്ടും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം തയ്യാറാക്കി. ദൈവം പറഞ്ഞു, എനിക്കെല്ലാം തൃപ്തിയായി. പക്ഷെ നിനക്കൊരു ബ്ലാക്ക് മാർക്ക് ഉള്ളത് കൊണ്ട് നീയല്ല പണിയേണ്ടത്, നിന്റെ മകൻ ശമൂവേൽ പണിയട്ടെ. ദാവീദ് പിണങ്ങുന്നില്ല. പെരുന്തച്ഛൻ കോംപ്ലക്സ് ഒന്നും ദാവീദിനില്ല. ദാവീദ് ജനക്കൂട്ടത്തെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശലോമോന്റെ നേതൃത്വത്തിൽ ദേവാലയം പണിയും. എന്തൊരു ഹൃദയ വിശാലതയാണ്. ഞാനല്ല പ്രധാനം, ദൈവമാണ് പ്രധാനം, ദേവാലയമാണ്. പ്രിയമുള്ളവരെ, നാം ഇന്ന് അനുസ്മരിക്കുന്ന ഈ പുണ്യപിതാവിൻ്റെയും ജീവിത ലക്ഷ്യം അതായിരുന്നു.
ദൈവജനം സ്വതന്ത്രരാകണം. ഈ പുരാതന സഭയുടെ അഭിമാനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും 934 ഭരണഘടന ഉൾപ്പെടെ എല്ലാ സന്നാഹങ്ങളും ഒരുക്കി അദ്ദേഹം നമുക്ക് കൈമാറി തന്നിരിക്കുകയാണ്. മലങ്കര സഭയുടെ ദാവീദാണ് വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവനാസ്യോസ് തിരുമേനി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് അത്രയും വലുതാകാൻ പറ്റുമോ എന്നറിയില്ല. ആർക്കെങ്കിലുമൊക്കെ ദൈവം നിയോഗം കൊടുത്താൽ അവർ മഹാഭാഗ്യവാന്മാരാണ്. പക്ഷേ ലഭിക്കുന്ന ഇടങ്ങൾ ദാവീദിനെ പോലെ ആത്മീയനായും, ദാവീദിനെ പോലെ അനുതാപമുള്ളവനായും, ദാവീദിനെ പോലെ മനുഷ്യ സ്നേഹമുള്ളവനായും, ദാവീദിനെ പോലെ നേതൃപാഠമുള്ളവനായും, ദാവീദിനെ പോലെ ലിമിറ്റഡ് റിസോഴ്സസ് കൊണ്ട് എനിക്ക് എങ്ങനെ എൻ്റെ സമൂഹത്തെ നയിക്കാം എന്ന് ചിന്തിക്കുന്നവരായും, പ്രതികാരമില്ലാത്തവരായും, സ്നേഹമുള്ളവരായും ജീവിച്ചാൽ നമ്മുടെ ശുശ്രൂഷ അത് സങ്കരമായി മാറും. ലോകത്തിൻ്റെ മുൻപിൽ ദൈവത്തെ നമുക്ക് സാക്ഷീകരിക്കാൻ സാധിക്കും. അതിന് ഈ പെരുന്നാളും ബലഹീനനായ എൻ്റെ ഈ വാക്കുകളുമൊക്കെ എൻ്റെ വാക്കുകളല്ല, ദൈവത്തിൻ്റെ വാക്കുകളാണ്. ദൈവം തന്ന വാക്കുകളാണ്. പിഴവുകളൊക്കെ പറ്റിക്കാണും. പക്ഷേ അതിലേതെങ്കിലുമൊക്കെ ഭാഗം നിങ്ങളെ സഹായിച്ചാൽ അത് വലിയ കാര്യമായി. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ സങ്കേതപ്പെടാം. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാം.